2018 സ്ത്രീ എന്ന സിനിമയിലെ പ്രശസ്തമായ ഡയലോഗ് ഓ സ്ത്രീ കല്ലാന, അതായത് ഓ സ്ത്രീ നാളെ വരൂ. ഈ ഡയലോഗും സ്ത്രീ സിനിമയുടെ കഥയും നമ്മളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. എല്ലാ പുരുഷന്മാരെയും ഭയപ്പെടുത്തുന്ന ഒരു മന്ത്രവാദിനി. അവൾ ഇരുട്ടിൽ ഒളിച്ചിരിക്കും, പുരുഷന്മാരെ മാത്രം വേട്ടയാടുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്ന ഈ കഥ യഥാർത്ഥത്തിൽ അതിനേക്കാൾ അപകടകരമാണ്. ഇവിടെ പുരുഷന്മാരെ മാത്രമല്ല, കൊച്ചു കുട്ടികളെ പോലും വേട്ടയാടിയ ഒരു മന്ത്രവാദിനി. എന്നാൽ ഇത് വെറും കഥ മാത്രമല്ല. ഇന്ത്യയുടെ ഓരോ കോണിലും ഹൃദയഭേദകമായ നിരവധി സംഭവങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. അത്തരത്തിലെ ഭയാനകമായ പല കഥകളും മറഞ്ഞിരിക്കുന്നുണ്ട്. അവ പറയാത്ത പല രഹസ്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ബംഗാളിലെ സുജോയ് ചക്രവർത്തി എന്നയാൾ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോവുകയായിരുന്നു. പ്രകാശം മറഞ്ഞ് ആകാശത്ത് കറുത്ത മേഘങ്ങൾ വരാൻ തുടങ്ങി. കഴിഞ്ഞ ഒരാഴ്ചയായി ഓഫീസിൽ നിന്നും വരാൻ വൈകുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്നവൻ വളരെ വൈകിപ്പോയി. അവന്റെ വീട് നഗരത്തിന്റെ പ്രാന്തപ്രദേശത്തായിരുന്നു. അവിടെ അവന് പോകേണ്ട ബസ്സും അവന് നഷ്ടമായി. ആ നിസ്സഹായാവസ്ഥയിൽ കാൽനടയായി യാത്ര പോകാമെന്ന് അവൻ തീരുമാനിച്ചു. എന്നാൽ അന്നവൻ വളരെ അസ്വസ്ഥനായിരുന്നു. കാരണം വീട്ടിലെത്തിയാൽ ഭാര്യ അവനെ ഒരുപാട് ശകാരിക്കും, അത്രയും വൈകിയതിന്. ഇങ്ങനെ സുജോയ് സ്വയം സംസാരിച്ചുകൊണ്ട് തനിയെ നടക്കുകയായിരുന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു നേരിയ ശബ്ദം, സുജോയ് നീ എവിടെ പോകുന്നു? സുജോയുടെ ചുവടുകൾ ഒരു നിമിഷം നിന്നു. ആ ശാന്തവും മധുരവുമായ ശബ്ദം ഒരു സ്ത്രീയുടേതായിരുന്നു. സുജോയ്ക്ക് ആ ശബ്ദത്തിൽ നല്ല പരിചയം തോന്നി. പരിചയം ഇല്ലെങ്കിൽ അത്രയേറെ സ്നേഹത്തോടുകൂടി ആരാണ് തന്നെ വിളിക്കുക? അവൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും മുന്നിലോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. പക്ഷെ കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ആ ശബ്ദം വീണ്ടും വിളിച്ചു, സുജോയ് നീ എവിടെ പോകുന്നു? ഇത്തവണ സുജോയുടെ കാലുകൾ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. അവൻ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. സുജോയ് എന്ന് വിളിച്ചിരുന്ന ആ ശബ്ദം അവന്റെ അമ്മായിയുടേതായിരുന്നു. കുട്ടിക്കാലത്ത് മാതാപിതാക്കൾ മരിച്ചപ്പോൾ അമ്മായിയായിരുന്നു അവനെ വളർത്തിയത്. എന്നാൽ 8 വർഷങ്ങൾക്ക് മുൻപ് അവരും മരിച്ചു. ദിവസങ്ങളും വർഷങ്ങളും കഴിയുന്തോറും സുജോയ് ആ ശബ്ദം മറന്നു തുടങ്ങി. അതിനിടയിൽ അവൻ ആ ശബ്ദം വീണ്ടും കേട്ടു. പെട്ടെന്ന് സുജോയ് പേടിച്ചു വിറച്ചു. നിന്റെ അമ്മായിയെ നീ തിരിച്ചറിയുന്നില്ലേ? എന്തുകൊണ്ടാണ് എന്നിൽ നിന്നും നീ ഓടുന്നത്? വീണ്ടും ആ ശബ്ദം കേട്ടു. ഈ സമയം ആ ശബ്ദത്തിന് വിചിത്രമായ ഒരു വലിവുണ്ടായിരുന്നു. ആ ശബ്ദം വീണ്ടും അവനോട് പറഞ്ഞു, നിനക്കെന്നെ കാണണ്ടേ? ഇത് കേട്ടതും സുജോയ് പിന്നിലേക്ക് നോക്കി. പിന്നിലെ അഗാധമായ ഇരുട്ടിൽ സുജോയ് ഒരു നിഴൽ കണ്ടു. സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ അവൻ ആ ശബ്ദത്തെ പിന്തുടരാൻ തുടങ്ങി. അമ്മായി നിങ്ങൾ എവിടെയാണ്? ഇങ്ങനെ ചോദിച്ചുകൊണ്ട് അവൻ നടന്നുകൊണ്ടേയിരുന്നു. ആ സമയം ആ ശബ്ദം തുടർച്ചയായി ചിരിക്കുന്നുണ്ടായിരുന്നു. സുജോയ് കടുത്ത തണുപ്പിലേക്ക് നടക്കുമ്പോൾ അവന് തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സുജോയ്ക്ക് അതൊന്നും മനസ്സിലായതേയില്ല. അവൻ ആ വിജനമായ വഴിയിൽ നിന്ന് ഇറങ്ങി കാടിന്റെ നടുവിൽ നടന്നു. പെട്ടെന്ന് അവൻ സ്വബോധം വീണ്ടെടുത്തു. തനിക്ക് ചുറ്റും ആളൊഴിഞ്ഞ കാട് മാത്രമേ ഉള്ളൂവെന്ന് അവൻ മനസ്സിലായി. ആ സമയം അവൻ ഓടി രക്ഷപ്പെടാൻ ആഗ്രഹിച്ചു. പക്ഷെ അവൻ തിരിഞ്ഞപ്പോൾ ഒരു കറുത്ത നിഴൽ അവന്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഇരുട്ടിനേക്കാൾ ഇരുണ്ടത്. അതൊരു ശരീരമല്ല, ആകൃതിയുമില്ല. അവന്റെ ഭയം ഒരു അപകടകരമായി തീർന്നു. സുജോയുടെ ശരീരം മുഴുവനും ഒരു കിടക്ക പോലെയായി. അയാൾക്ക് കൈകളോ കാലുകളോ ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് നിലവിളിക്കാനും സാധിച്ചില്ല. സുജോയ് വായ തുറന്ന് നിലത്ത് കിടന്നു. വീട്ടിൽ സുജോയെ കാത്ത് ഭാര്യ ഉണ്ടായിരുന്നു. രാത്രിയായിട്ടും ഭർത്താവ് തിരിച്ചെത്താത്തതിനെ തുടർന്ന് അയൽക്കാരോട് അവൾ സഹായത്തിനായി യാചിച്ചു. ഗ്രാമവാസികൾ സുജോയ്ക്കായി തിരച്ചിൽ തുടങ്ങിയെങ്കിലും ഒരു തുമ്പും ലഭിച്ചില്ല. സുജോയ് ഇനി ഒരിക്കലും ഇല്ലെന്ന മട്ടിൽ അപ്രത്യക്ഷനായി. അവന്റെ ഭാര്യ ആകെ തകർന്നു. ഒരു ദിവസം അവളും സ്വയം ജീവനെടുത്തു. ഈ മരണത്തിന് ശേഷം, സുജോയെ കാണാതായതിനു ശേഷം ഗ്രാമവാസികൾ ദിവസങ്ങളോളം വിലപിച്ചു. പിന്നെ പതിയെ പതിയെ എല്ലാവരും എല്ലാം മറന്നു തുടങ്ങി. എന്നാൽ പതുക്കെ അത്തരം ശബ്ദങ്ങൾ വീണ്ടും കേൾക്കാൻ തുടങ്ങി. പലരും രാത്രികാലങ്ങളിൽ അവരുടെ പേര് ആരോ വിളിക്കുന്നത് പോലുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഇവിടെയാണ് നിഷിതാക്ക് എന്ന അർബൻ ലെജൻഡ് തുടക്കം കുറിക്കുന്നത്. നിഷിതാക്ക് എന്നാൽ ഇരുട്ടിന്റെ ശബ്ദം. ഈ നിഷിതാക്കിനെ ഒരു രാത്രി ആത്മാവ് എന്നും വിശ്വസിക്കപ്പെടുന്നു. തനിക്കറിയാവുന്ന ആളുകളുടെ ശബ്ദത്തിൽ ഇര പിടിക്കുക. ഈ നിഷിതാക്ക് ഇരയെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് അതിന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുന്നു. ഹൃദയവും മനസ്സും ശരീരവും എല്ലാം ബധിരമാക്കുന്ന ഒരു ഭീകര രൂപം. ഈ നിഷിതാക്കിനെ തിരിച്ചറിയാൻ പ്രയാസമാണെന്ന് ഗ്രാമവാസികൾ പറയുന്നു. കാരണം എപ്പോഴും അത് നിങ്ങൾക്ക് അറിയാവുന്നവരുടെ ശബ്ദത്തിലായിരിക്കും നിങ്ങളെ വിളിക്കുക. അതിനാൽ നിങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തണം, ഒരിക്കലും തിരിഞ്ഞു നോക്കരുത്. കാരണം നിഷിതാക്ക് തന്റെ അടുത്ത ഇരയെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ടാകാം.
ഉത്തർപ്രദേശിലെ ഫോഡോലി എന്ന ചെറിയ ഗ്രാമത്തിൽ മെഹ്നേച്ചയെക്കുറിച്ചുള്ള ഭയം ഇപ്പോഴും ആളുകളിൽ അവശേഷിക്കുന്നു. 2000ന്റെ തുടക്കത്തിൽ രാജ്യത്തെ ആകെ ഉലച്ചൊരു കഥയായിരുന്നു അത്. ഒരു രാത്രി രമേശ് സുഹൃത്തുക്കളുമായി സംസാരിച്ചു കൊണ്ടിരുന്നു. രാത്രിയുടെ ആഴം കൂടിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. പക്ഷെ രമേശിന്റെ വീട് വളരെ അകലെയായിരുന്നു. അവൻ സൈക്കിളുമെടുത്ത് വീട്ടിലേക്ക് നടന്നു. രാത്രിയുടെ ആ നിശബ്ദത അയാൾക്ക് ഭയങ്കരമായ ഒരു ഭയത്തിന് കാരണമായി. ആളൊഴിഞ്ഞ വഴിയിലെത്തിയപ്പോൾ ഒരു വിചിത്ര ശബ്ദം അയാൾ കേട്ടു. അന്തരീക്ഷത്തിലും ഒരു വിചിത്രമായ തണുപ്പ് അനുഭവപ്പെട്ടു. എന്തോ ഒരു തിളക്കം തന്നിലൂടെ കടന്നു പോകുന്നതായി രമേശിന് തോന്നി. വേഗതയേറിയ കാറായിരിക്കുമെന്നായിരുന്നു അയാൾ ആ സമയം കരുതിയത്. എന്നാൽ ഒരു കാറിന് എങ്ങനെ ഇത്ര വേഗത്തിൽ പോകാൻ കഴിയും? രമേശിന്റെ മനസ്സിൽ ഭയം നിഴലിച്ചു. അവൻ പെഡലിൽ കാലുകൾ കയറ്റി സൈക്കിൾ വേഗത്തിൽ ചവിട്ടാൻ തുടങ്ങി. എന്നാൽ ഒരിക്കൽ കൂടി അയാൾക്ക് പിന്നിൽ നിന്ന് അതേ വിചിത്രമായ പ്രകാശം അനുഭവപ്പെട്ടു. വളരെ തിളങ്ങുന്ന ഒരു പ്രകാശം വളരെ വേഗത്തിൽ തന്നിലേക്ക് നീങ്ങുന്നത് അവൻ കണ്ടു. എന്നാൽ അതൊരു കാറല്ല, മറിച്ച് ഒരു വിചിത്രമായ രൂപമായിരുന്നു. അവൻ സൈക്കിളിന്റെ വേഗത കുറയ്ക്കാൻ തുടങ്ങി. പതിയെ അവൻ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി. ഓരോ തവണ തിരിയുമ്പോഴും വെളിച്ചം വരുന്നതായി അവൻ കണ്ടു. അത് അവനോട് കൂടുതൽ അടുക്കുന്നുണ്ടായിരുന്നു. അവൻ തന്റെ എല്ലാ ഊർജവും വെച്ച് സൈക്കിൾ ചവിട്ടാൻ തുടങ്ങി. പക്ഷെ പെട്ടെന്ന് അവന്റെ കൺമുൻപിൽ ആ വെളിച്ചം വന്നു നിന്നു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബോധരഹിതനായി രമേശ് തന്റെ സൈക്കിളിൽ നിന്നും താഴേക്ക് വീണു. ബോധം തിരിച്ചു കിട്ടിയപ്പോഴും അവൻ അതേ തിളക്കം കണ്ടു. അവന്റെ കണ്ണുകൾക്ക് മുൻപിൽ പ്രകാശപൂർണമായ ഒരു രൂപം നിൽക്കുന്നു. അത് മുഹ്നേച്ചയുടെ രൂപമായിരുന്നു. രമേശ് മാസങ്ങളോളം ഈ മുഹ്നേച്ചയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവൻ അതിന്റെ ഇരയാകാൻ പോകുന്നു. ആ സമയം രമേശ് ഉറക്കെ നിലവിളിച്ചു. പക്ഷെ ആ രാത്രിയുടെ നിശബ്ദതയിൽ അവന്റെ ശബ്ദം ആരും കേട്ടില്ല. കിലോമീറ്ററുകളോളം മനുഷ്യരെ ഉണ്ടായിരുന്നില്ല. രമേശ് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങി. എവിടേക്കാണ് പോകുന്നത് എന്ന് പോലും അവൻ അറിയില്ലായിരുന്നു. രമേശ് സർവ്വ ഊർജവും എടുത്ത് ഓടുകയായിരുന്നു. ഓരോ ചുവടുവയ്പിലും ആ തിളങ്ങുന്ന സാധനം അവന്റെ അടുക്കലേക്ക് വന്നുകൊണ്ടിരുന്നു. കൂടുതൽ അടുക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് എന്തോ തന്റെ കാലുകളിൽ പറ്റിപ്പിടിച്ചതായി രമേശിന് തോന്നി. അവൻ നിലത്തേക്ക് വീണു. അവന്റെ മുൻപിൽ മുഹ്നേച്ചു നിൽക്കുന്നു. ചുളിവുകൾ വീണ വികൃതമായ മുഖം, കട്ടിയുള്ള മീശ, ചുവന്ന ദ്രവിച്ച കണ്ണുകൾ, നീണ്ട പല്ലുകൾ, മാന്തി കുഴിയുണ്ടാക്കിയ നഖങ്ങൾ. മനുഷ്യനെ പോലെ തോന്നിച്ചെങ്കിലും അതിന് പ്രാണികളെ പോലെ ചിറകുകൾ ഉണ്ടായിരുന്നു. അത് വായുവിൽ പറക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കൈകളും കാലുകളും ഒരു പ്രാണിയെ പോലെ വളഞ്ഞിരുന്നു. അതിന്റെ മുഖം ഭയങ്കരമായിരുന്നു. ഇപ്പൊ രമേശിന്റെ ശബ്ദമാകെ നിലച്ചു. അവന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. രമേശിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയും മുൻപ് ഈ മുഹ്നേച്ചു അവന്റെ മുഖം കീറി. രമേശിന്റെ മുഖം തലയിൽ നിന്ന് ചുണ്ടിലേക്ക് വരെ രക്തമൊഴുകാൻ തുടങ്ങി. ഇത് സംഭവിച്ച ഉടനെ മുഹ്നേച്ചു അപ്രത്യക്ഷമായി. രമേശ് രാത്രി മുഴുവനും വേദന കൊണ്ട് അലറി. രാവിലെ ചില ഗ്രാമവാസികൾ അവനെ കണ്ടെത്തി വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവരെല്ലാം മുഹ്നേച്ചയുടെ കഥകൾ കേട്ടിരുന്നു. ആളുകളുടെ മുഖം കീറുന്ന പിശാചിന് ഇരയ്ക്ക് ശമനമില്ല. മുഹ്നേച്ചയുടെ മുറിവുകളാൽ പരിക്കേറ്റ വ്യക്തി സാവധാനം രോഗിയായി മാറുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അവന്റെ മരണം സംഭവിക്കുകയും ചെയ്യും. ഇത് മുഹ്നേച്ചയുടെ ശാപമാണെന്നും പലരും വിശ്വസിക്കുന്നു. അതുകൊണ്ട് രമേശിനെ സഹായിക്കാനും ആരും തയ്യാറായില്ല. അടുത്ത 3 ദിവസങ്ങളിൽ വേദന കൊണ്ട് രമേശ് മരിച്ചു. മുഹ്നേച്ചയ്ക്ക് ആളുകളെ വേട്ടയാടുന്നതാണ് ആഗ്രഹമെന്ന് ഗ്രാമവാസികൾ പറയുന്നു. രാത്രിയിൽ അവനെ കണ്ടുമുട്ടുന്നവർ അവന്റെ ഇരയായിത്തീരുന്നു. മുഹ്നേച്ചയുടെ രോഷം കാരണം ഗവൺമെന്റിന് കടുത്ത നടപടിയെടുക്കേണ്ടി വന്നു. വളരെ ആഴത്തിലുള്ള അന്വേഷണം നടന്നു. അവൻ ഒരു ആത്മാവാണെന്ന് ചിലർ പറഞ്ഞു. ഭ്രാന്തനാണെന്ന് ചിലർ പറഞ്ഞു. അവൻ അന്യഗ്രഹ ജീവിയാണെന്ന് ചിലർ പറഞ്ഞു. ചിലർ അവൻ ഒരു വികൃതിയാണെന്നും പറഞ്ഞു. ഇതിനുശേഷം ചില ശാസ്ത്രജ്ഞന്മാരെ അന്വേഷണത്തിനായി വിളിച്ചു. ഇതൊരു കിംവദന്തി മാത്രമാണെന്നും മറ്റൊന്നുമില്ലെന്നും ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. എന്നാൽ ഇന്നും ഈ മുഹ്നേച്ചയുടെ കഥകൾ ഭയപ്പെടുത്തുന്നു. ഉത്തർപ്രദേശിലെ ഗ്രാമങ്ങളിലെ ഓരോ മുക്കിലും മൂലയിലും ഇന്നും ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് അല്പമൊന്ന് ചിന്തിക്കും. മുഹ്നേച്ച വെളിച്ചത്തിൽ നിന്നായിരിക്കും വരുന്നത്. മുഹ്നേച്ചയുടെ കഥകളും വിശ്വാസങ്ങളും ഇപ്പോഴും ആഴമേറിയ ഒരു രഹസ്യമാണ്. ചിലരിതിനെ ശാസ്ത്രം കൊണ്ട് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. വിവിധ രോഗങ്ങളും വ്യാമോഹങ്ങളും കാരണം ഒരു വ്യക്തി സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ തുടങ്ങുന്നുവെന്ന്. ചിലർ ഇതിനെ മതവുമായി ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇവ ദുരാത്മാക്കളാണെന്നും കറുത്ത നിഴലുകളാണെന്നും അവർ വിശ്വസിക്കുന്നു. ഒരു തരത്തിൽ ഇവയെ തിന്മയുടെയും ഇരുട്ടിന്റെയും പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്നു. ചില ആളുകൾ ഇതെല്ലാം മറ്റൊരു മതത്തിന്റെ ഭാഗമാണെന്നും വിശ്വസിക്കുന്നു. ചിലരിത് മറ്റൊരു ഗ്രഹത്തിലുള്ളതാണെന്നും വിശ്വസിക്കുന്നു. ആത്മാക്കൾ താമസിക്കുന്നിടത്ത് ചില മോശമായ ഊർജം കാണപ്പെടും. ആ ഊർജമാണ് ഇരുട്ടിന്റെയും ശബ്ദത്തിന്റെയും രൂപത്തിൽ നിങ്ങളെ പിന്തുടരുന്നത്. ഈ 2 യഥാർത്ഥ സംഭവങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? രാത്രിയുടെ അഗാധതയിൽ നിങ്ങൾ നടന്നുകൊണ്ടുപോകുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ പേര് ആരെങ്കിലും വിളിക്കുന്നത് പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ആ സമയത്ത് നിങ്ങൾക്ക് പുറകിൽ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും?
നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചത് ആരായിരിക്കുമെന്ന് നിങ്ങൾ തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ടാകും, ഭയന്നിട്ടുണ്ടാകും, അവിടെ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.